بسم الله الرحمن الرحيم. ജിദ്ദ ഇസ്ലാമിക് സെന്റർ 64303116 60417221. ദാറുസ്സലാം ഹോട്ടൽ സുന്ദുസിന് സമീപം ബഗ്ദാദിയ ജിദ്ദ. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وصحابه واتباعه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വ്യത്യസ്തമായ പരാമർശങ്ങളിൽ ഉൾപ്പെടുത്തിയ അല്ലെങ്കിൽ സൂചിപ്പിച്ച ജനസമൂഹങ്ങളെ സംബന്ധിച്ച്, സമുദായങ്ങളെ സംബന്ധിച്ചെല്ലാമാണ് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നൽകിയ മാർഗദർശനത്തിന്റെ അവസാനത്തെ അധ്യായമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയും പരിശുദ്ധമായ ഖുർആനിലൂടെയും അല്ലാഹു നൽകിയത്. എന്നാൽ ഇതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുർആനും കടന്നു വരുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഒരുപാട് പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ഏടുകൾ അല്ലാഹു ലോകത്തിന് നൽകിയിട്ടുണ്ട്. ഈ പ്രവാചകന്മാരിലൂടെയും ഈ ഗ്രന്ഥങ്ങളിലൂടെയും ഈ ധർമ്മ ലേഖനങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകിയതെല്ലാം അതാത് കാലങ്ങൾക്ക് വേണ്ട ചില പ്രത്യേക നിയമങ്ങളായിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായി അല്ലാഹുവിലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലും പരലോക ജീവിതത്തിലും വിശ്വസിക്കുക എന്നത് അത് ഒരു കാലത്തും ഒരു സമൂഹത്തിലും ഒരു മാറ്റവുമില്ലാത്ത കാര്യമായിരുന്നു. ഏകനും അദൃശ്യനും സർവ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവുമായ ഒരു അല്ലാഹുവിൽ ഒരേക ദൈവത്തിൽ വിശ്വസിക്കുക എന്നതും അല്ലാഹു ഈ ലോകത്തിന് നൽകുന്ന മാർഗദർശനങ്ങളായ വിശുദ്ധ പ്രവാചകന്മാരെയും അവരുടെ ഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുക എന്നതും മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്നും ഈ ലോകത്തെ ജീവിതത്തിന്റെ വിചാരണയും അനന്തര ഫലങ്ങളും അവിടെ വെച്ച് ലഭിക്കുമെന്നുമുള്ള വിശ്വാസം, അത് എല്ലാ സമൂഹങ്ങളിലും അല്ലാഹു നൽകിയ പൊതുവായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതായിരുന്നു. എന്നാൽ ലോകത്ത് ഓരോ പ്രവാചകനും അദ്ദേഹത്തിന്റെ കയ്യിൽ അല്ലാഹു നൽകിയ സന്ദേശവുമായി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് വരുന്നു. ആ ജനതയിൽ പല ആൾക്കാരും അത് സ്വീകരിക്കുന്നു, പല ആൾക്കാരും അത് സ്വീകരിക്കാതിരിക്കുന്നു. സ്വീകരിച്ച ആൾക്കാർ കുറച്ചു കാലം അത് കൊണ്ടു നടക്കുന്നു. അപ്പോഴേക്ക് അതിൽ പലതരം തട്ടലും മുട്ടലും സംഭവിച്ച്
പലതരം നഷ്ടങ്ങളും അതിൽ നിന്നുണ്ടാകുന്നു. പല പ്രധാന ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. പല പ്രധാന വിശ്വാസങ്ങൾക്കും വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. പല പ്രധാന ആരാധനകൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം താറുമാറുകൾ സംഭവിക്കുന്നു. സത്യത്തിൽ ലോകത്തുണ്ടായ മതങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, ലോകത്തുണ്ടായ വ്യത്യസ്തമായ മതവിഭാഗങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുക. അള്ളാഹു ലോകത്തിന് നൽകിയത് ഇസ്ലാം എന്ന അധ്യായമാണ്. പക്ഷേ അള്ളാഹു ഓരോ കാലത്തും അതിനെ പുതുക്കി പുതുക്കി നൽകുന്നതിനെ മനുഷ്യ സമൂഹം അപ് ടു ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുനഃക്രമീകരിക്കാൻ അവർ തയ്യാറാവാത്തതിന്റെ പേരിലും അവർക്ക് കിട്ടിയ വിശ്വാസം, അവർക്ക് കിട്ടിയ ആചാരം, അവർക്ക് കിട്ടിയ അനുഷ്ഠാനം അവയിൽ തന്നെ നിലനിന്നു പോവുകയും അതിന് കാലത്തിന്റെയും ദേശത്തിന്റെയും സാഹചര്യത്തിന്റെയും പ്രത്യേകത കൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ അതിൽ വന്നുപോകുന്ന മാറ്റങ്ങളെ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെ ഒരുപാട് മതങ്ങൾ ഉണ്ടായത്. അപ്പൊ സത്യത്തിൽ അള്ളാഹു ഒരുപാട് മതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു നിയോഗിച്ചത്, അള്ളാഹു നൽകിയത് ഒരേ ഒരു മതമാണ്, ഒരേ ഒരു മാർഗമാണ്. പക്ഷെ ആ ഒരു മാർഗം കൈ കിട്ടിയ ആൾക്കാർ കാലാകാലങ്ങളിൽ വരുത്തിയ വീഴ്ചയാണ്, കാലാകാലങ്ങളിൽ അതാതു മതക്കാർ വരുത്തിയ വീഴ്ചയാണ് ലോകത്ത് ഒരുപാട് മതങ്ങളുടെ കഥ ഉണ്ടാവാൻ, ചരിത്രമുണ്ടാവാൻ കാരണമായത്. അത് ഏറ്റവും എളിയൊരു ചിന്തയാണ്. എളിയ ചിന്തയിലൂടെ നമുക്കെല്ലാവർക്കും കണ്ടെത്താവുന്ന ഒരു സത്യമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്ക് തൗറാത്തും അദ്ദേഹത്തിലൂടെ മൂസവി ശരിയാത്തും ലഭിച്ചപ്പോൾ സത്യത്തിൽ അവരോട് അള്ളാഹു പറഞ്ഞിരുന്നു, ഇതൊരവസാന വാക്കല്ല, ഇതൊരു അന്ത്യ സന്ദേശമല്ല. അതുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ ഇസ്രയേൽ വംശത്തിൽ നിന്ന് തന്നെ മറ്റൊരു പ്രവാചകനും മറ്റൊരു ഗ്രന്ഥവും വരാനിരിക്കുന്നുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾ ഇത് മാറ്റിവെച്ച് അതിനെ സത്യവൽക്കരിക്കണമെന്ന് മൂസാ നബിയുടെ ശരീഅത്തിലൂടെ അള്ളാഹു മൂസാ നബിയുടെ ജനതയോട് പറഞ്ഞിരുന്നു. എന്നാൽ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സന്ദേശവുമായി കടന്നു വന്നപ്പോൾ അത് അംഗീകരിക്കാൻ ജൂത സമൂഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ജൂതന്മാർ എന്നൊരു മതവിഭാഗം വേറിട്ടുപോയി. പിന്നീടുണ്ടായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ അവർക്ക് കിട്ടിയ ഇഞ്ചീൽ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായ പരാമർശം ഉണ്ടായിരുന്നു. ഇതൊരു അവസാന വാക്കല്ല, അവസാന വാക്ക് പറയാൻ ഒരു അവസാന പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്ന സന്ദേശം വ്യക്തമായി ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കണം, അംഗീകരിക്കണം, അദ്ദേഹത്തെ പിൻപറ്റണം എന്ന ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതവർ ചെയ്തില്ല. ഇങ്ങനെ കാലാകാലങ്ങളിൽ, യുഗാന്തരങ്ങളിൽ മനുഷ്യ സമൂഹം അനുവർത്തിച്ച അശ്രദ്ധയോ അല്ലെങ്കിൽ അലസതയോ കാരണമാണ് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ടായത്. ഈ മതങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ മതങ്ങൾക്കും താഴ്ന്ന അടിവേരുകളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ അടിവേരുകൾക്കെല്ലാം പരസ്പര ബന്ധമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അടിവേരുകളിൽ പരസ്പര ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ സമൂദ് വംശത്തെയും ആദ് സമുദായത്തെയും ഒക്കെ പരിശോധിക്കുമ്പോൾ നാം ആര്യന്മാരിൽ എത്തിച്ചേരുന്നു. ആര്യന്മാരുടെ അടിസ്ഥാന വിശ്വാസം ഏക ദൈവ വിശ്വാസമായിരുന്നു എന്ന് നാം ഹൈന്ദവ ധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായല്ലോ. എന്നതുപോലെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന പ്രമാണങ്ങൾ പരിശോധിച്ചാൽ അവ തമ്മിൽ ശക്തമായ റൂട്ടുകളാൽ ബന്ധിപ്പിക്കപ്പെട്ടതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അവസാന പ്രവാചകനോട് അന്ത്യഗ്രന്ഥത്തിലൂടെ നൽകിയ സന്ദേശങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു മതവിഭാഗത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടാനിരിക്കുന്നത്. അത് സാബിയൻ മതക്കാരാണ്. സാബിയൻ മതക്കാർ ഒരുപക്ഷെ അത്ര ഗഹനമായി സൂക്ഷ്മമായി ഖുർആനിന്റെ പാഠങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടില്ലാത്ത സഹോദരന്മാരുടെ മനസ്സുകളിൽ അങ്ങനെ ഒരു മതമുണ്ടോ എന്ന ഒരു ചോദ്യം, അങ്ങനെ ഒരു മതക്കാരുണ്ടോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ഒരു മതമുണ്ട്. ആ മതത്തെ സംബന്ധിച്ചും ആ മതക്കാരെ സംബന്ധിച്ചും കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറ അൽ ബഖറയിലെ 62-ാമത്തെ ആയത്തിൽ 62-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈൻ, തീർച്ചയായും സത്യവിശ്വാസികൾ,
ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, സാബിയൻ മതക്കാരും, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, അവരിൽ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്ത ആൾക്കാർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ റബ്ബിന്റെ കയ്യിലുണ്ട്, അവർക്ക് യാതൊരു വിഷമവും വേണ്ടി വരില്ല, യാതൊരു ഭയവും ഉണ്ടാവേണ്ടി വരില്ല എന്ന് അല്ലാഹു പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യം ശരിയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതു മതക്കാരനാണെങ്കിലും ഏത് പ്രവാചകന്റെ കാലത്തിൽ ജീവിച്ചവനാണെങ്കിലും അവൻ 3 അടിസ്ഥാന കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അള്ളാഹു നോക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക. രണ്ടാമത്തേത് അന്ത്യനാളിൽ വിശ്വസിക്കുക. മൂന്നാമത്തേത് സുഹൃതങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇത് 3ഉം ചെയ്യുന്നുണ്ട് എങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളും മറ്റുള്ള കർമ്മങ്ങളുമെല്ലാം അതിനെ തുടർന്ന് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ച ഒരാൾക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ നിസ്കരിക്കാത്ത ആളാണ്, പിന്നെ എങ്ങനെ അയാൾക്ക് മോക്ഷം കിട്ടുമെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. മറിച്ച് നമുക്കവിടെ നോക്കാനുള്ളത് അയാൾ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ടോ, അദ്ദേഹം അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടോ, അള്ളാഹു ഉണ്ടെന്നും അന്ത്യനാളുണ്ടെന്നും പറഞ്ഞ പ്രവാചകനിൽ അയാൾക്ക് വിശ്വാസമുണ്ടോ, അതിനെ വ്യക്തമാക്കുന്ന ക്രമത്തിൽ അതിന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു മാറി നിൽക്കുകയല്ലാതെ അതൊക്കെ വ്യക്തമാക്കുകയും അന്വർത്ഥമാക്കുകയും ചെയ്യുന്ന ക്രമത്തിൽ അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം സമ്പന്നമാക്കുന്നുണ്ടോ എന്നാ നോക്കേണ്ടത്. ഉണ്ട് എങ്കിൽ ഇബ്രാഹിം നബിയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചാൽ തന്നെ അദ്ദേഹം മോക്ഷത്തിലെത്തിച്ചേരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ ആയത്തിലും മാത്രമല്ല സൂറത്തുൽ മാഇദയിലെ 69-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഹജ്ജിലെ 17-ാമത്തെ ആയത്തിലും ഈ ആയത്തുകളിലൊക്കെ തന്നെയും പരാമർശിച്ച ഒരു ജനവിഭാഗമാണ് സാബിയൻ മതക്കാർ. ആ സാബിയൻ മതക്കാരെ പറ്റി കേൾക്കാൻ തുടങ്ങുമ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നാം ഞെട്ടുമെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ലോകത്തെ ഏറ്റവും ആദ്യമുണ്ടായ മതം, ലോകത്തെ മതങ്ങളിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള മതം, ആ മതം സാബിയൻ മതമാണ് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും ആധുനിക ഗവേഷകന്മാരും കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ മതം, ലോകത്തുണ്ടായ ആദ്യത്തെ മതസമൂഹം അത് സാബിയൻ മതക്കാരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവര് അടിസ്ഥാനപരമായി ഏറ്റവും പഴയ സമൂഹം എന്ന് നമ്മൾ പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നത് ഇറാഖിലാണ്. അതുകൊണ്ട് തന്നെ സാബിയൻ മതക്കാരുടെ തറവാട് അല്ലെങ്കിൽ ആവാസ കേന്ദ്രം ഇറാഖാണ്, മെസപ്പൊട്ടേമിയയാണ്. ഇറാഖിലാണ് സാബിയൻ മതക്കാർ ജീവിച്ചു വന്നത്. അവരുടെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ആരംഭിച്ച ആ ജനസമൂഹം കാലങ്ങളായി യുഗാന്തരങ്ങളിലൂടെ ഒഴുകി ജീവിച്ച് മുന്നോട്ട് പോയി. ഇപ്പോഴും അവർ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരിപ്പോഴും ജീവിക്കുന്നത് ഇറാഖിലും ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിലും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും പഴയ മതസമൂഹത്തെ സംബന്ധിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. ആ സമൂഹമാണെങ്കിലോ ഇന്നും ഇറാഖിലും അതുപോലെ തന്നെ ഇറാനിലുമായി അവരിന്നും അവരുടെ സാബിയൻ മതക്കാർ എന്ന പേരിൽ തന്നെ അറിയപ്പെടുകയും ജീവിച്ചു വരികയും ചെയ്യുന്നു. ഏകദേശം 1,00,000 ആൾക്കാരാണ് അവരുടെ ജനസംഖ്യ. ആകെ 1,00,000 പേര് മാത്രമാണ് അവരുള്ളത്. ആ ജനസമൂഹത്തിന് പക്ഷെ നേരത്തെ ഞാൻ ആമുഖമായി പറഞ്ഞു വന്ന ആ സംഭവം സംഭവിച്ചു. 2007 എത്തി നിൽക്കുന്ന ആ സമൂഹം ഒരു മതസമൂഹം എന്ന നിലക്ക് അവരുടെ സഞ്ചാരം ആരംഭിച്ചത് അവര് പറയുന്നത് ഞങ്ങൾ ആദം നബിയുടെ കാലക്കാരാണെന്നാണ്. പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ ഷീസ് നബിയുടെ കാലക്കാരാണെന്നാണ്. ഏതാണെങ്കിലും ആദം നബിയാണെങ്കിൽ 1ാമത്തെ പ്രവാചകൻ, ഷീസ് നബിയാണെങ്കിൽ 1ാമത്തെ പ്രവാചകന്റെ തൊട്ടടുത്ത് വന്ന പ്രവാചകനും അദ്ദേഹത്തിന്റെ മകനും.